ഹലോ എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്ന ഒരു ടിപ്പ് വീഡിയോ ആണ് കേട്ടോ. അപ്പം പെയിൻറ്റ് ചെയ്യുന്നവർക്കൊക്കെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ ഒരു ചാനലൊക്കെ ആദ്യമായിട്ട് കാണുന്നവരുണ്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ഇതുണ്ടോ ഇതുപോലത്തെ ബ്രഷൊക്കെ ഇങ്ങനത്തെ ഒരു അവസ്ഥ വരുമ്പോൾ നമുക്ക് ഭയങ്കര സങ്കടം വരും കണ്ടോ. ഈ ഒരു കട്ടിയിലും അങ്ങനെയൊക്കെ വരുമ്പോഴത്തേനും ഇതുണ്ടോ ഈ ബ്രഷ് എല്ലാം അങ്ങനത്തെ ഒരു ഇതിലാട്ടോ ഫുള്ള് പെയിൻറ്റ് ചെയ്തിട്ടേ നമ്മൾ പെട്ടെന്നൊന്ന് വൃത്തിയാക്കാതെ പെയിൻറ്റ് ചെയ്താണ് പെട്ടെന്ന് കഴുകുവാണെങ്കിൽ ബ്രഷ് എല്ലാം വൃത്തിയായി കിട്ടും. ഇല്ലെങ്കിൽ 2 ദിവസം കഴിഞ്ഞാൽ ഇതുകൊണ്ട് ഈ ഒരു അവസ്ഥയാണ്. പിന്നെ ആ വലിയ ബ്രഷ് കണ്ടോ അത് നല്ല തിന്നർ ഞാൻ തിന്നറല്ല വാർണിഷ് അടിച്ചിട്ട് വാർണിഷ് അടിച്ചിട്ട് ഒരു ദിവസം വെച്ചു. അപ്പോൾ ആ ഒരു നല്ല കട്ടിയായി. പിന്നെ ഞാൻ അത് തിന്നറിൽ മുക്കിയപ്പോഴത്തേനും നല്ല സ്മൂത്തായി. അത് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം ഞാൻ ചുമ്മാ പെയിൻറ്റ് അടിക്കാൻ വേണ്ടി നോക്കിയപ്പോഴത്തേനും അതുപോലെ തന്നെ കട്ടിയായിട്ടിരിക്കുന്നത് കേട്ടോ. നല്ല ഭയങ്കര ഇതായിട്ടിരിക്കുന്നു. പെയിൻറ്റ് ചെയ്യാനൊന്നും പറ്റുന്നില്ല. അപ്പോൾ ഞാൻ ബ്രഷ് പോയല്ലോ 48 രൂപയാണ് ആ ബ്രഷിൻ്റെ വില. അത് പോയല്ലോ എന്ന് വിചാരിച്ച് പിന്നെ ബാക്കി എല്ലാ ബ്രഷും ഇതുപോലൊക്കെ ഇരിക്കുന്ന കണ്ടപ്പോഴത്തേനും സങ്കടം വന്നു. അപ്പോൾ ഞാനിങ്ങനെ കുറേ വീഡിയോസൊക്കെ എടുത്ത് നോക്കി യൂട്യൂബിൽ. അപ്പം കുറച്ച് പേരൊക്കെ പറയുന്നത് തിന്നറിൽ മുക്കി വെക്കാൻ. തിന്നറിൽ മുക്കി വെച്ചിട്ടാണ് നമ്മുടെ ആ ബ്രഷ് അങ്ങനെ ആയത്. അപ്പോൾ ഞാൻ അത് കഴിഞ്ഞിട്ടൊരു വീഡിയോ കണ്ടാണ് ഇതുപോലെ വിനാഗിരി കണ്ടോ. ഞാനിപ്പോൾ വിനാഗിരിയാണ് ഒഴിച്ചിട്ടുള്ളത്. ആ ഒരു 1/2 ഗ്ലാസ് വിനാഗിരി ഒഴിച്ചിട്ട് അതിലേക്ക് ഈ ബ്രഷെല്ലാം കൂടെ മുക്കി വെക്കുക. മുക്കി വെച്ചിട്ട് ഒരു 15-20 മിനിറ്റ് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. എന്നിട്ട് ഇളക്കി കൊടുത്തിട്ട് അതിൻ്റെ ആ ഒരു നല്ലപോലെ അതൊന്ന് ഇളക്കി വൃത്തിയാക്കി കൊടുക്കണമെന്ന് അവർ പറഞ്ഞിട്ടുള്ളത്. അപ്പം നമ്മൾ ആ ഒരു ഫുള്ള് ഉണ്ടോ ഈ ഒരു രീതിയിൽ നല്ലപോലെ അതൊന്ന് ഉടച്ച് ഇതാക്കി കൊടുക്കുക. അപ്പം ബ്രഷ് നമ്മളിപ്പോൾ എനിക്കാണെങ്കിൽ പെട്ടെന്നൊന്നും വൃത്തിയാക്കി ചിലപ്പോൾ ചില ദിവസം പെയിൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് വൃത്തിയാക്കി വെക്കാൻ പറ്റത്തില്ല. കാരണം കുഞ്ഞുള്ളതുകൊണ്ട് അത് പെട്ടെന്ന് വന്ന് വഴക്കുണ്ടാക്കിയാൽ അതിൻ്റെ പുറകിന് പോകണം. അപ്പം ഓരോ പണിയൊക്കെ തന്നെയുള്ളത് കൊണ്ട് ചെയ്യേണ്ടി വരുന്നതുകൊണ്ട് ഞാൻ പെട്ടെന്ന് അതൊന്നും വിട്ടുപോകും. അപ്പോൾ ഇങ്ങനത്തെ അവസ്ഥ പറ്റും. അപ്പോൾ ഇതുണ്ടോ ഇത് ഞാൻ ഒരു 1/2 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ ഇതെടുത്തേക്കുന്നത് കേട്ടോ. ഇതുണ്ടോ ബ്രഷിൻ്റെ ഉണ്ടോ എല്ലാം ആ ഒരു പെയിൻറ്റെല്ലാം ഏകദേശം ഇളകി കിട്ടിയിട്ടുണ്ട് കേട്ടോ. എല്ലാം പോയിട്ടുണ്ട്. ഇതുകൊണ്ട് ആ ഒരു ഭയങ്കര ഇതായിട്ട് ഹാർഡായിട്ട് കിടന്ന കണ്ടോ ബ്രഷുണ്ട് ഇപ്പോൾ നല്ല സ്മൂത്തായിട്ടുണ്ട് കേട്ടോ. എന്താണല്ലോ ഈ ഒരു ഐഡിയ ഏറ്റിട്ടുണ്ട് കണ്ടോ. ആ ബ്രഷാണ് ഇതുണ്ട്. ഇത് ഞാൻ തിന്നറിൽ മുക്കി വെച്ചിട്ടുള്ള ബ്രഷായിരുന്നു ആ വലുത്. ഇതുണ്ട് ഇതെല്ലാം നല്ലപോലെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിനിടയ്ക്ക് ഇതൊക്കെ ഇരിപ്പുണ്ട്. അത് നമുക്ക് വൃത്തിയാക്കണം. നമ്മുടെ പശയാണത്. അപ്പോൾ ഇതുണ്ടോ ഈ ഒരു ബ്രഷായിരുന്നു എനിക്ക് ഭയങ്കര ഇതായിട്ട് അത് മേക്കപ്പ് കിറ്റിലുള്ള ബ്രഷാണ് കേട്ടോ ഇത്. എന്നാലും ഞാനത് പെയിൻറ്റ് ചെയ്യാൻ എടുത്തു. അപ്പോൾ നമുക്കങ്ങനൊന്നും ഇല്ലല്ലോ. അപ്പോൾ നമ്മൾ എന്ത് വേണമെങ്കിലും എടുക്കും പെയിൻറ്റ് ചെയ്യും. അപ്പോൾ ഇത് ഞാൻ പശ മറ്റേ 2:1 പ്രപ്പോർഷൻ എടുത്തിട്ട് പശ വെക്കത്തില്ല ചിലപ്പോൾ. അങ്ങനെയൊക്കെ ഞാൻ ഈ ഒരു ബ്രഷ് എടുത്തിട്ട് ചെയ്യാറുണ്ട് കേട്ടോ. അപ്പം ഇതെല്ലാം നല്ല സ്മൂത്തായിട്ട് കിട്ടിയതാണ്. അതിനകത്ത് ഭയങ്കര കട്ടിയായിരുന്നു. അത് ഞാൻ വൃത്തിയാക്കാൻ പറ്റില്ല എന്ന് ഓർത്തായിരുന്നു. അപ്പോൾ എന്താണെങ്കിലും അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പം ഈ ഒരു വീഡിയോ എല്ലാവരും ഒന്ന് നിങ്ങൾക്ക് ഇങ്ങനത്തെ അബദ്ധം പറ്റിയിട്ടുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്